2 നാൾ നീണ്ടുനിന്ന AICC സമ്മേളനത്തിന് ഗുജറാത്ത് വേദിയായി എങ്കിലും സംസ്ഥാനത്തെ സംഘടനാ ദൗർബല്യം മറികടക്കാൻ കോൺഗ്രസിന് പദ്ധതിയില്ല. പതിറ്റാണ്ടുകളായി BJPയോട് നിരന്തരം തോൽക്കുകയാണ് കോൺഗ്രസ്. BJPക്ക് വേണ്ടി കോൺഗ്രസുകാർ സ്വയം തോൽക്കുന്ന സംസ്ഥാനമെന്ന കുപ്രസിദ്ധിയുള്ള ഗുജറാത്തിൽ ഒറ്റുകാരെ കണ്ടെത്താനോ ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനോ ശ്രമമില്ല. ഫെബ്രുവരിയിൽ ഗുജറാത്തിലെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ഒറ്റുകാരുണ്ട് എന്ന് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിരുന്നു. BJPയുമായി ഒത്തുകളിക്കുന്നവരെ പുറത്താക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യങ്ങളിലൊന്നും തന്നെ തുടർ നീക്കവും ഉണ്ടായിട്ടില്ല. BJPയുടെ ഹിന്ദുത്വക്കെതിരെ മൃദുഹിന്ദുത്വം എന്ന മറുതന്ത്രം പ്രയോഗിച്ച കോൺഗ്രസിന് വേരറ്റു പോവുകയായിരുന്നു. അധികായനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ബിംബത്തെ BJP കാവ്യണിയിക്കാൻ ശ്രമിച്ചപ്പോഴും പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഗുജറാത്ത് വംശഹത്യയോടെ വർഗീയ ധ്രുവീകരണം രൂക്ഷമായും നഗരമേഖലകളിൽ BJP അതിവേഗം കടന്നു കയറിയതും പ്രതിരോധിക്കാനായില്ല. AICC സമ്മേളനങ്ങളിൽ നേതാക്കന്മാർ ഊഴം വെച്ചുകൊണ്ട് പ്രസംഗിച്ചതല്ലാതെ പ്രവർത്തകരുടെ ഇത്തരം വികാരം പ്രതിഫലിപ്പിച്ചുമില്ല. 2017 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 77 സീറ്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഭരണവിരുദ്ധ വികാരവും പട്ടേൽ പ്രക്ഷോഭവും അടക്കമുള്ള പ്രാദേശിക വിഷയങ്ങളിലൂന്നിയ കോൺഗ്രസിനെ സൗരാഷ്ട്രയും കിഴക്കൻ ഗുജറാത്തും അടക്കം പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ പട്ടേൽ പ്രക്ഷോഭ നായകൻ ഹാർദിക് പട്ടേൽ അടക്കം പിന്നീട് BJPയിലേക്ക് എത്തി. 2022 ഏറ്റവും മോശം പ്രകടനമാണ് പുറത്തെടുത്തത്. 162 വിജയിച്ചത് ആകെ 17 സീറ്റിൽ മാത്രം. ഇതിൽ 5 പേർ മറുകണ്ഠം ചാടുകയും ചെയ്തു. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ചതും ഭരണവിരുദ്ധ വികാരവും കർഷക പ്രശ്നങ്ങളും അടക്കം ഉയർത്താൻ അനവധി കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും സംഘടനാ ദൗർബല്യവും ഒറ്റുകാരും വീണ്ടും തോൽപ്പിക്കുകയായിരുന്നു. 26 ലോക്സഭാ സീറ്റിൽ ബനസ്കന്ത മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. ഇത്തരം ദൗർബല്യങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നതിനുള്ള പദ്ധതി AICC സമ്മേളനം മുന്നോട്ട് വെച്ചതുമില്ല. എന്നാൽ അതേസമയം തന്നെ അഹമ്മദാബാദ് AICC സമ്മേളന പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ DCCകളിൽ വൈകാതെ തന്നെ മാറ്റം വരികയാണ്. പ്രധാന നേതാക്കളെ തന്നെ DCC പ്രസിഡന്റുമാരാക്കാനാണ് നിലവിലെ ആലോചന. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം പുതിയ പ്രസിഡന്റിനെ വെച്ച തൃശൂർ ഒഴികെ 13 DCCകളും പുതിയവർ വരട്ടെ എന്ന അഭിപ്രായത്തിലാണ് നേതൃത്വമുള്ളത്. അതേസമയം KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മണ്ഡലം, ബ്ലോക്ക് ഭാരവാഹികളെയും DCC ഭാരവാഹികളെയും ചർച്ചകളിലൂടെ നിശ്ചയിക്കാനുള്ള അധികാരം ഇനി DCC പ്രസിഡന്റുമാർക്ക് മാത്രമായിരിക്കും. നിയമസഭാ, ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിലും റോളുണ്ടാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി യോഗം ചേരുമ്പോൾ ബന്ധപ്പെട്ട ജില്ലകളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാരെ പങ്കെടുപ്പിക്കുന്നത് പരിഗണനയിൽ തന്നെയാണ്. പകുതിയോളം DCC അധ്യക്ഷന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നേതൃത്വത്തിന് മതിപ്പുമുണ്ട്. എന്നാൽ കുറച്ചുപേരെ നിലനിർത്തി മറ്റുള്ളവരെ മാറ്റുന്നത് അസ്വസ്ഥതയ്ക്ക് കാരണമാകുമെന്നതാണ് ആശങ്ക. DCC പ്രസിഡന്റുമാരിൽ ഏറിയ പങ്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നതിനാൽ തന്നെ സ്ഥാനമാറ്റത്തോട് അവരും മുഖം തിരിക്കാൻ ഇടയില്ല. അഹമ്മദാബാദിലെ നിർദ്ദേശം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ DCC പ്രസിഡന്റുമാർ പൂർണ്ണമായും സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. നിലവിലെ DCC പ്രസിഡന്റുമാരെല്ലാം തന്നെ 3.5 വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. എന്നാൽ DCC ഭാരവാഹികൾ 12 വർഷം കഴിഞ്ഞവരാണ്. ഈ ഭാരവാഹി നിര അപ്പാടെ തന്നെ മാറും. ബ്ലോക്ക്, മണ്ഡലം, വാർഡ് അഴിച്ചുപണി അടുത്ത കാലത്ത് ഏതാണ്ട് പൂർത്തിയായതിനാൽ തന്നെ DCCകളിലെ മാറ്റമാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രധാന ദൗത്യം. ഈ മാസം തന്നെ ചർച്ചകൾ തുടങ്ങും. KPCCയിലെ ഒഴിവുകളും നികത്തും. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K. സുധാകരനെ മാറ്റുക, അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് സഹായിക്കാനായി സഹഭാരവാഹികളുടെ ശക്തിയായ ടീം ഉണ്ടാക്കുക എന്നീ നിർദ്ദേശങ്ങളിൽ ഏത് വേണമെന്ന കാര്യത്തിൽ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം തുടരുന്നുമുണ്ട്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ തരത്തിലുള്ള പുനഃസംഘടന രാജ്യവ്യാപകമായി പറയുമ്പോഴും പ്രത്യേകിച്ചും കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് വിജയസാധ്യത ഏറെയുണ്ടെങ്കിൽ പോലും അവിടെയും കൃത്യമായി തന്നെ കാര്യങ്ങൾ നീക്കുവാനോ സംഘടിതമായി മുന്നോട്ട് പോകുവാനോ AICCയുടെ ഈ നിർദ്ദേശം കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറയാം. ഏറ്റവും പരമപ്രധാനമായ കാര്യം KPCC അധ്യക്ഷനെ മാറ്റുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കാലങ്ങളേറെയായി കോൺഗ്രസിനകത്തും പുറത്തുമെല്ലാം തന്നെ ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇക്കാര്യത്തിലൊരു തീരുമാനം കണ്ടെത്തുവാനായി ഇതുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല, പരിഗണനാ പട്ടികയിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് വന്ന പേര് ആന്റോ ആന്റണിയുടേതാണ്. എന്നാൽ ആ സാഹചര്യത്തിലും കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള വിള്ളലുകളും പൊട്ടിത്തെറികളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എന്തുകൊണ്ട് പരിഗണിക്കുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു, നിരവധി വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതേസമയം തന്നെ കേരളത്തിന്റെ സാഹചര്യത്തിന് നേരെ വിപരീതമായ സാഹചര്യമാണ് ഗുജറാത്തിൽ നിലനിൽക്കുന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആദ്യമേ തന്നെ പരിശീലിച്ച് തുടങ്ങേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആദ്യമേ തന്നെ അടിത്തട്ടിൽ നിന്ന് തന്നെ പണിയെടുത്ത് തുടങ്ങേണ്ടതുണ്ട്. പക്ഷേ അവിടെയും കോൺഗ്രസിന്റെ ഇതേ ഉഴപ്പൻ മനോഭാവം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഏറെ സാധ്യത കൂടിയെടുത്തും ഏറെ സാധ്യത കുറഞ്ഞെടുത്തും സാരമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ അർഹിക്കുന്ന മാറ്റങ്ങളോ കൊണ്ടുവരാനായി AICC യോഗം കൊണ്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല.